എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് സ്കാർബ്രോ. ബ്രിട്ടനിലെ തന്നെ ഏറ്റവും ദ മോസ്റ്റ് സീനിക് ബസ് റൂട്ടിൽ കൂടെയാണ് നമ്മളിപ്പോൾ സ്കാർബ്രോയിൽ വന്നത്. ആ ഒരു വീഡിയോ ആയിരുന്നു കഴിഞ്ഞ വ്ളോഗിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ സ്കാർബ്രോ എന്ന സ്ഥലവും അവിടുത്തെ ബീച്ചുകളും പാർക്കും കാര്യങ്ങളും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു പാർക്കാണ്, പിഷോം പാർക്ക്. പിഷോം എന്നാന്ന് തോന്നുന്നു അത് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാർക്ക് എന്ന് പറഞ്ഞാൽ യൂറോപ്പിനെ തന്നെ വൺ ഓഫ് ദ ഫേവറേറ്റ് പാർക്സ് ആണ്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. 100 വർഷത്തിന് മേലെ പഴക്കമുള്ള ഒരു പാർക്കാണ് കേട്ടോ. 1912 ഈ ഒരു പാർക്ക് ഓപ്പൺ ചെയ്തേക്കുന്നത്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ പാർക്കിലെയും മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന സ്വാൻസും ഡക്സും ഒക്കെയാണ്. അപ്പോൾ ഇതിൽ കുറച്ച് കണ്ടു കിട്ടാനായിട്ട് കുറച്ച് പാടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും കുറവായിട്ടുള്ളത് ഈ വൈറ്റ് സ്വാൻസ് ആയിരിക്കും. ഇവർക്ക് ഭയങ്കര ജാടയും ഭയങ്കര ഇവരല്ല കേട്ടോ, അങ്ങ് ദൂരെ നിൽപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ അടുത്ത്. ഇവരാണ് ഇവിടുത്തെ മെയിൻ താരങ്ങൾ. ഞാൻ ഈ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതേപോലെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. നല്ല ഭംഗിയാണത് കാണാൻ വേണ്ടിയിട്ട്. ഒരു അമ്പലം പോലെയുള്ള ഒരു സെറ്റപ്പും അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നത് കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ ലേക്കിന് ചുറ്റിനും നടക്കാനുള്ള വഴിയുണ്ട് കേട്ടോ. അപ്പം നമുക്കിതിന് ചുറ്റും ഒരു റൗണ്ടൊക്കെ എടുത്ത് വരാം. അതേപോലെ തന്നെ സൈഡിൽ ഇതേപോലെ കുറേ സീറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യണമെങ്കിൽ അങ്ങനെ എൻജോയ് ചെയ്യാം, പിന്നെ നടന്ന് എൻജോയ് ചെയ്യണമെങ്കിൽ അങ്ങനെ എൻജോയ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സമ്മർ ആവുന്ന സമയത്ത് ഇവിടെ കൂടുതൽ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഫുള്ളൊരു റൗണ്ടൊന്നും അടിച്ചില്ല, കാരണം നല്ലതായിട്ട് ഒത്തിരി നടക്കാനുണ്ട്. നമ്മൾ ഈ കാണുന്നത് പോലെ തീരെ ചെറുതല്ല, ശരിക്കും ഒരുപാട് നടക്കാനുണ്ട്. പിന്നെ ദൂരെ നിന്ന് നോക്കിയപ്പം നല്ല ഭംഗി തോന്നിയ ഒരു ഓവർ ബ്രിഡ്ജ് പോലെ ഒരു സംഭവം ഞങ്ങൾ കണ്ടു. അപ്പം ഞങ്ങൾ വിചാരിച്ചു അവിടെ പോയി ജസ്റ്റ് ഒന്ന് നോക്കാം എന്താ സംഭവം എന്ന്. ഈ കാണുന്നതാണ് ഈ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പം എനിക്കിതെന്തോ ഒരു ഭയങ്കരമായിട്ട് ഒരു ചൈനീസ് ട്രഡീഷണൽ ഒരു കൈൻഡ് ഓഫ് രീതി എനിക്കിവിടെ ഫീൽ ചെയ്തു കേട്ടോ. പക്ഷേ ഈ ബ്രിഡ്ജിൽ നമുക്ക് കയറാൻ പറ്റില്ല, ഇത് ക്ലോസ്ഡ് ആയിരുന്നു. ഇവിടെ സമ്മർ ആവുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. വിൻ്ററിൽ ആകെപ്പാടെ എല്ലാം ഇങ്ങനൊരവസ്ഥയായിരിക്കും. സമ്മറിൽ ഭയങ്കര ഭംഗിയാണ്. ഈ കാണുന്ന സ്ഥലങ്ങൾ വിൻ്ററിൽ തന്നെ ഭംഗിയാണ്, എന്നാലും അതിൻ്റെയൊക്കെ ഭംഗി കൂടുതൽ എൻഹാൻസ് ചെയ്യുന്ന ഒരു സമയമാണ് സമ്മർ, സ്പ്രിംഗ് ഒക്കെ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടു, എന്നിട്ട് അവിടുന്ന് ഇറങ്ങി. ഇവിടുത്തെ റോഡുകളൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ. ഞാൻ മുമ്പേ സമ്മറിൻ്റെയും സ്പ്രിങ്ങിൻ്റെയും കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, പക്ഷേ ഓട്ടം എന്നൊരു സീസൺ സത്യത്തിൽ മറക്കരുതാത്ത ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു സമയത്ത്, എസ്പെഷ്യലി ഓട്ടം സമയത്ത്, ഈ മരങ്ങളുടെ അല്ലെങ്കിൽ ഈ ഇലകളെല്ലാം പല കളറിലൊക്കെ നിൽക്കുന്നത് കാണാൻ അതിലും ഭംഗിയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നോക്കിയപ്പോൾ അടുത്തതായിട്ട് ഇനിയുള്ളത് ഒരു ബീച്ചാണ്. ഇതൊരു മസ്റ്റ് വിസിറ്റ് സ്ഥലം തന്നെയാണ് സ്കാർബ്രോ ബീച്ച് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നടന്നാണ് പോയത്, കാരണം നടക്കാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ നാട്ടിലെ ബീച്ചിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ബീച്ചുകളാണ് കേട്ടോ ഈ നാട്ടിലുള്ളത്. നമ്മുടെ നാട്ടിൽ നല്ല തിരയും കാര്യങ്ങളൊക്കെ കാണത്തില്ലേ, പക്ഷേ ഇവിടെ ഭയങ്കര സൈലൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നാട്ടിലെ ബീച്ചിൻ്റെ ഒരു വൈബ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നുമില്ല, ഒരിക്കലും അങ്ങനെ വരില്ല. പക്ഷേ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര രസമാണ്. ഞാനിവിടെ നിന്നപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മനുഷ്യരെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ബീച്ച് എൻജോയ് ചെയ്യുന്നത് പട്ടിക്കുട്ടികളാണ്. മിക്കുള്ള ആൾക്കാരുടെ കയ്യിലും ഓരോ പട്ടിക്കുട്ടികൾ വീതം കാണും. അവർ നല്ല രീതിയിൽ ഇത് എൻജോയ് ചെയ്യുന്നത് കാണാൻ നല്ല രസമാണ്.
എനിക്ക് പട്ടിയുടെ കയ്യിലൊരു പിടിയില്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പേടിയാണ്. എങ്ങാനും നമ്മുടെ അടുത്തോട്ട് ഓടി വരുമോന്നൊക്കെ. പക്ഷേ ഇവിടെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേടി ഭയങ്കരമായിട്ട് കുറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ പബ്ലിക്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് പഠിപ്പിച്ചിട്ട് കൊണ്ടുവരുന്ന പട്ടികളാണ് കേട്ടോ ഇത്. അതുകൊണ്ട് നമ്മളെ കാണുമ്പം പെട്ടെന്ന് വല്ലാത്ത രീതിയിലുള്ള റിയാക്ഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. വളരെ നന്നായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ബീച്ചിൻ്റെ അടുത്ത് പോയിരുന്നു. ഈ ഒരു പെട്ടിയും കൊണ്ടാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ വിചാരിച്ചു ഇറങ്ങണ്ടാന്ന്. കാരണം പെട്ടിയിലെല്ലാം ഈ മണലൊക്കെ ആവുമെന്ന് വിചാരിച്ച്. പിന്നെ വിചാരിച്ചു നമ്മളെന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, വന്ന സ്ഥിതിക്ക് ഇത് മിസ് ചെയ്യുന്നത് മോശമല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം ബീച്ചൊക്കെ എൻജോയ് ചെയ്തു. അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏകദേശം അപ്പോഴത്തേക്ക് സമയം ഉച്ചയായിരുന്നു. നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടന്നപ്പം ഇതേപോലെ ഒരുപാട് പ്രായമായിട്ടുള്ള കപ്പിൾസിനെ കാണാൻ പറ്റും. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ കൈയൊക്കെ ഹോൾഡ് ചെയ്താണ് കേട്ടോ നടക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ ഈ നാട്ടിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നത്, അതിപ്പം മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് അവരങ്ങനെ എക്സ്പ്രസ് ചെയ്യാതിരിക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഞാൻ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നീട് ഫുഡൊക്കെ കഴിച്ചതേ നേരെ അടുത്തൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഇനി കാണാൻ പോകുന്നതാണ് ബ്രിട്ടൻസ് ബിഗസ്റ്റ് മിനിയേച്ചർ റെയിൽവേ. ഇവിടെ നമുക്ക് ഇതേപോലെ ഒരുപാട് ചെറിയ ചെറിയ ട്രെയിൻസ് കാണാൻ പറ്റും. 2-3 ട്രെയിൻസ് നിർത്തിയിട്ടിട്ടുണ്ടെങ്കിലും ഒരെണ്ണമായിരിക്കും കേട്ടോ എപ്പോഴും ഇങ്ങനെ ചുറ്റിനും ഇങ്ങനെ ഓടിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിനകത്ത് കയറണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു പാസ് എടുക്കണം. അപ്പോൾ പാസ് ഭയങ്കര ചീപ്പാണ്. ഒരു 5 to 6 pounds ഒക്കെ ഒരാൾക്കുള്ളൂ. പക്ഷേ അതിന് വർത്തായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. അപ്പോൾ സ്കാർബ്രോയിൽ ഒരു മസ്റ്റ് വിസിറ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു സ്ഥലം. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു ഓഫീസുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് 2 പേർക്കുള്ള പാസ്സൊക്കെ എടുത്തു. അപ്പോഴത്തേക്ക് ആ ട്രെയിന് ഏകദേശം എടുക്കാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ഒരു എൻട്രൻസ് വഴി നേരെ ട്രെയിനിലേക്ക് നടന്ന് പോവാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും കേട്ടോ ഇതിനെ കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടാണ്. ഇവിടെ ഇതേപോലെ ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ട്. അതേപോലെ നമുക്കങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കയറിയിരിക്കാം. പക്ഷേ സീറ്റൊക്കെ വളരെ കുഞ്ഞു സീറ്റാണ്. അപ്പം മാക്സിമം ഒരു 2 പേർക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കായിരിക്കും നല്ല വൃത്തിക്ക്. അപ്പോൾ അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഈ ഒരു സ്റ്റേഷൻ്റെ പേര് പെഷോം എന്നാണ്. അപ്പോൾ മുമ്പേ പാർക്ക് ഇവിടെ അടുത്ത് തന്നെ ആയിരുന്നു, ആ പെഷോം പാർക്ക്. അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ എടുത്ത് വെച്ച് റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ട്രെയിൻ ഇവിടുന്ന് പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇത് ഒരുപാട് ദൂരെയൊന്നും പോകുന്നില്ല കേട്ടോ. ഇതൊരു മേ ബി ഒരു 15 to 20 minutes ഉള്ള ഒരു യാത്രയാണ്. നമ്മൾ അത്രയും നേരം കൊണ്ട് പോയിട്ട് തിരിച്ചു വരും. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്നാലും ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. കാരണം ഭയങ്കര ഭംഗിയാണ്. അമ്മ പണ്ട് ഊട്ടിയിൽ പോയിട്ടുള്ള കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊതിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പം ആ പറഞ്ഞത് വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്ക് കുറേ ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റി. മേ ബി ഇങ്ങനെ ആയിരിക്കും അമ്മ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയാണോ എന്നെനിക്കറിയില്ല. അപ്പോൾ നല്ല ഭംഗിയാണ്. കാരണം അപ്പുറത്തും ഇപ്പുറത്തും മറ്റൊന്നുമില്ല. ഇങ്ങനെ ഒരു ഭയങ്കര റിമോട്ടായിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഇതേപോലെ കുഞ്ഞി ടണലൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ സമ്മർ സമയങ്ങളിലൊക്കെ ഒന്നും കൂടെ ഈ അപ്പുറത്തിപ്പുറത്തുള്ള സൈഡ് കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്നെനിക്ക് തോന്നി. അങ്ങനെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പോയ സ്കാർബ്രോ ബീച്ചാണ് ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങോട്ടാണ് ഇവിടെ അടുത്ത് ഒരു സ്കാൽബി മിൽസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്റ്റേഷനുണ്ട്. അപ്പം
ആ സ്റ്റേഷനാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടുന്ന് നേരെ തിരിച്ച് നമ്മൾ വന്ന സ്ഥലത്തൊക്കെ ആ പിഷോം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തോട്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ അടുക്കാറായി. ആ ഫ്രണ്ടിലിരിക്കുന്നത് ലോക്കോ പൈലറ്റാണ് കേട്ടോ. വളരെ ചെറിയ പാളങ്ങളാണ്. ഭയങ്കര ഇതിനകത്തിപ്പോൾ വലുതായിട്ടാണോ കാണുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഭയങ്കര തിന്നാണ്. അത്ര ഭയങ്കര വിട്ടുള്ള പാലമൊന്നുമല്ല. അങ്ങനെ നമ്മൾ അടുത്തൊരു സ്റ്റേഷനിലെത്തി. ഈ ഒരു സ്റ്റേഷൻ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ? സ്കാൽവി മിൽസ് എന്നാണ് ഈ ഒരു സ്റ്റേഷൻ്റെ പേര്. അപ്പോൾ അങ്ങനെ ട്രെയിൻ അവിടെ നിർത്തി കഴിഞ്ഞിട്ട് എൻജിൻ പാർട്ട് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുന്നത് കണ്ടു. എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. കാരണം ഇനി ഈ ഒരു എൻജിൻ അപ്പുറത്തെ സൈഡിൽ നമുക്ക് തിരിച്ചു പോകാൻ വേണ്ടി ഇനി ഫ്രണ്ട് പാർട്ടിൽ അല്ലെ ഇപ്പം നമ്മളുടെ പുറകുവശത്ത് ഇതിനെ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഇങ്ങനെ എൻജിൻ ഒരിടത്ത് ചെന്നിട്ട് ഇങ്ങനെ ടേൺ ചെയ്ത് അടുത്ത പാളത്തിൽ ഇതിനെ കയറ്റിയിട്ടാണ് ഇത് ഫ്രണ്ടിൽ കൊണ്ടുപോകുന്നത്. ഇനി എന്താണ് അടുത്ത സൈഡിൽ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പതുക്കെ ഇങ്ങോട്ട് വന്നു. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ജോയിൻ ചെയ്യുന്നൊരു സ്ഥലത്ത് പോയിട്ട് ആ ട്രെയിൻ അടുത്ത പാളത്തിൽ കയറിയിട്ട് ഇങ്ങനെ പുറയിൽ ഈ ഒരു ബോഗിക്ക് അടുത്ത് കൊണ്ടുവന്നിട്ട് അതിനെ ഈ ഒരു ലോക്കോ പൈലറ്റ് പുള്ളി ഇത് വളരെ ഒരു എന്താ പറയുന്നത് ഒരു സൈക്കിൾ ഓടിക്കുന്ന ലാഘവത്തിലാണ് കേട്ടോ ഇത് ഓടിക്കുന്നത്. പുള്ളിനെ ഒബ്സർവ് ചെയ്യാൻ നല്ല രസമാണ്. അങ്ങനെ പിന്നെ അവിടെ ചെന്നു. അവിടെ വെച്ചിട്ട് പുള്ളി അതെല്ലാം സെറ്റാക്കി. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും കയറി. കാരണം നമുക്ക് തിരിച്ചു പോകാൻ സമയമായി. തിരിച്ചു പോകുന്നതും സെയിം റൂട്ടിൽ കൂടെ തന്നെയാണ്. അപ്പോൾ നമ്മൾ സ്കാർബ്രോ ബീച്ച് പാസ് ചെയ്തു. അപ്പോൾ അതേ വീഡിയോ തന്നെ വീണ്ടും കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനത് ഫുള്ള് ഷൂട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ എത്തി. അങ്ങനെ ഈ കാണുന്നതാണ് എൻജിൻ. ഈ ഒരു എൻജിൻ കാണാൻ ഭയങ്കര ഭംഗി തോന്നിച്ചു. ആസ് യൂഷ്വൽ ഞങ്ങൾ സ്കാർബ്രോയുടെ ഒരു സുവനീറൊക്കെ അവിടുന്ന് തന്നെ മേടിച്ചു. അങ്ങനെ അവിടുന്ന് തിരിച്ചിറങ്ങി ഞങ്ങൾ നേരെ യോർക്കിലേക്ക് തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഒരു ഡേ അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളൊക്കെ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തു എന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ ഈ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നാണ് തിരിച്ച് യോർക്കിൽ പോകാനുള്ള കോസ്റ്റ് ലൈനർ ബസ് വരുന്നത്. അപ്പം ഇങ്ങനെ ഒരു പബ്ബ് കണ്ടു. ചെറുതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ കയറി ലൈറ്റായിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് നിന്നപ്പോഴത്തേക്ക് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് കറക്റ്റ് സമയത്ത് ബസ് വന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇത് 8:43 യോർക്കിലോട്ടുള്ള ബസ്സാണ്. അപ്പോൾ ഇതാണ് ബസ്സിൻ്റെ മേൽഭാഗം. അപ്പോൾ ഞങ്ങൾ മേളിലാണ് ഇരുന്നത്. മേളിലിരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിക്ക് കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്നുള്ള യാത്ര തുടങ്ങി. ബസ്സിൽ തീരെ തിരക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ 2 സീറ്റിലൊക്കെയാണ് കേട്ടോ ഇരുന്നത്. നമ്മളിപ്പോൾ കയറിയ ട്രെയിനാണ് ആ കിടക്കുന്നത്. അതുവഴിയാണ് കേട്ടോ പാസ് ചെയ്യുന്നത്. അങ്ങനെ തിരിച്ചുള്ള യാത്രയും ഭയങ്കര ഭംഗി തന്നെയായിരുന്നു. ഞങ്ങൾ നല്ല രീതിയിൽ ആ ഒരു യാത്ര എൻജോയ് ചെയ്തു. ഇതിനകത്ത് ഇത്രയും ദൂരമുള്ള ഒരു ദൂരം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ അത്ര എൻഗേജ് ചെയ്തിരിക്കുന്ന അത്ര പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര നല്ല രീതിയിൽ ഞങ്ങൾ അതിൻ്റെ ഈച്ച് ആൻഡ് എവറിത്തിങ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. ഈ പോകുന്ന വഴിയിലൊക്കെ പല പല കാര്യങ്ങളുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ പിന്നീട് അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് ആളുകൾ ഒരുപാട് കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്തിരുന്ന ഒരു കുഞ്ഞു ചെറുക്കനാണ്. അവൻ ഈ ഒരു സ്ഥലത്തിൻ്റെ ബ്യൂട്ടീനെ ഇങ്ങനെ അവൻ കയറിയപ്പം മുതൽ ആ ഇറങ്ങുന്ന വരെയും ഇങ്ങനെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗിനെ പറ്റി തന്നെയായിരുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടെ തന്നെ ജനിച്ചു വളർന്നൊരു കുഞ്ഞാണ് സ്റ്റിൽ. എന്നിട്ടും ആ ഒരു ഭംഗിനെ ഇവൻ ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു സ്ഥലം ഭയങ്കര പ്രത്യേകതയുള്ളൊരു സ്ഥലം തന്നെയാണെന്ന്. അങ്ങനെ സ്കാർബ്രോ യാത്ര ഇവിടെ തീർന്നു.
ഞങ്ങൾ നേരെ യോർക്കിലെത്തിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ സ്കാർബ്രോ പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഞങ്ങളുടെ ഒരു ചേട്ടൻ പറഞ്ഞത്, നിങ്ങൾ യോർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇവിടുത്തെ ഫഡ്ജ് മിസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു കട പറഞ്ഞു തന്നു. അവിടുത്തെ ഹാൻഡ് മെയ്ഡ് ഫഡ്ജ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഈ ഫഡ്ജ് ഞാനങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല, എനിക്കറിയില്ല. പക്ഷേ ഈ ഫഡ്ജ് കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ഒരുപാടത്തൊന്ന് വേറെ ഫഡ്ജുകൾ കഴിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ തപ്പിക്കൊണ്ടിരുന്നത് ഈ ഒരു ടേസ്റ്റിന് വേണ്ടി തന്നെയായിരുന്നു. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. ചോക്ലേറ്റും ഇത് പല ഫ്ലേവറിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം എന്താ സംഭവം എന്ന്. ഇതാണ് ഇവിടെ ഇങ്ങനെ ഫഡ്ജ് നമുക്ക് ഉണ്ടാക്കുന്നത് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് സംഭവം. ഭയങ്കര സ്വീറ്റാണ് കേട്ടോ ഈ സംഭവം. പക്ഷേ ഉണ്ടല്ലോ, ഇത് വായിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അലിഞ്ഞു പോവും. അത്ര ടേസ്റ്റ് നമ്മളെ വേറെ ഏതോ ഒരു ലോകത്തോട്ട് കൊണ്ടുപോകുന്ന പോലെയൊക്കെ തോന്നും. അത്ര ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ് ഈ റൂളീസ് ഫഡ്ജ് പാൻട്രി. അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങളിതൊക്കെ ട്രൈ ചെയ്തിട്ട് നേരെ തിരിച്ച് യോർക്ക് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ഞങ്ങൾക്ക് ട്രെയിൻ വരാൻ സമയമായി. അപ്പോൾ ഈ ഒരു യാത്ര ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു യാത്രയായിട്ട് ഇനി വരുന്നതായിരിക്കും. ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് എ ലോട്ട്.